ചോദിച്ചതല്ലേ വീണ്ടും അവര് നമ്മളെ ചതിക്കുമെന്ന്. അപ്പൊ അമ്മയ്ക്ക് വലിയ വിശ്വാസമായിരുന്നല്ലോ. സിത്താര മേഡം വാക്ക് മാറ്റില്ല വിശ്വസിക്കാന്നൊക്കെ. എത്ര തവണ ഇനി ഞാൻ ഈ വേഷം കിട്ടുന്നു? ഓരോ തവണ പരാജയപ്പെടുമ്പോഴും എല്ലാം ഞാൻ നോക്കിക്കോളാം അമ്മ പറയാറില്ലേ? ഇപ്പൊ ഇതിന് എന്ത് മറുപടി അമ്മയ്ക്ക് പറയാനുള്ളേ? അവളെന്നെ കരുതിക്കൂട്ടി ചതിച്ചതാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. നിന്റെ അമ്മയുടെ അമിത ആത്മവിശ്വാസമാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. മതി മതി നിർത്ത്. നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനിതിനൊക്കെ ഇറങ്ങി തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നിർമ്മല, നീ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കരുത്. ഞാൻ വേലയും കൂലിയില്ലാതെ കളരിക്ക തറവാട്ടിൽ നിന്റെ ഭർത്താവിന്റെ സ്ഥാനപ്പേരിൽ ജീവിക്കുന്നവനാ. പക്ഷെ എനിക്കുണ്ട് എന്റേതായ അഭിമാനവും കാര്യങ്ങളും. അതിന് നീ എപ്പോഴെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? മതി. എന്നെ കാണിക്കാൻ വേണ്ടി തമ്മി തല്ലണ്ട രണ്ടും. എന്നെ ഞാൻ ചാകണായിരുന്നു. അപ്പൊ പഠിച്ചേനെ നിങ്ങൾ രണ്ടുപേരും. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാനിനി സിത്താരെയും വിശ്വസിക്കില്ല, അവളുടെ കൂടെയുള്ള ഒരാളെയും വിശ്വസിക്കില്ല. ആരെങ്കിലും കൊല്ലേണ്ടി വന്നാ ഞാൻ കൊല്ലിക്കും. ഇത്രയും ബാക്കി വെച്ചിട്ടോ നമുക്കേ ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ? ആ, അവിടെ ഒരു 500 ആളുണ്ട്. അതില് കുറെ പേരെ കൈയും കാലും ഇല്ലാത്തവരാ. ആർക്കെങ്കിലും എടുക്കണമെന്ന് തോന്നിയാ അങ്ങനെയുള്ളവരെ നിന്നല്ലേ അവരെടുക്കൂ. ആ, നമുക്ക് കഷ്ടകാലത്തിന് കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. എന്നാലും ഇത്രയും ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പോകാൻ തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. പോകുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിയില്ലേ, ഓ അതിന്റെ മുന്നില് നമുക്ക് കുറച്ചേരം ഇറങ്ങി നിക്കാം. ഓ ആയിക്കോട്ടെ. ഇനി മോള് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട. വാ. ഹലോ. ആ ഗോപാല, ഞാൻ മോഹനാ. എന്താ മോന? എടാ, താനും ആ പെങ്കൊച്ചും കൂടെ അന്വേഷിച്ച് നടന്നില്ലേ ഒരുത്തിയെ, ആ സുന്ദരിയെ? അവളിപ്പോ എന്റെ കൺമുന്നിലുണ്ട്. എവിടെ? നീ ഒരു കാര്യം ചെയ്യ്, ആ ജനതാ ജംഗ്ഷനിലോട്ട് വന്നാൽ മതി. അവിടെയാ അവളെ ഉള്ളത്. മോന, ഞങ്ങള് പെട്ടെന്ന് വരാം. താനേ അവൾ എവിടേക്ക് തിരിഞ്ഞാലും അവളുടെ പിറകിൽ തന്നെ ഉണ്ടാവണം. ഞാൻ എത്തിയിട്ട് വിളിക്കാം. മോളെ, എന്റെ ഒരു കൂട്ടുകാരനാ വിളിച്ചേ. ഇവിടെ അടുത്ത് ജനതാ ജംഗ്ഷനില്ലേ, സുന്ദരി അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ ചെന്ന് അവളെ കൈയോടെ പിടികൂടാ. അയാള് സുന്ദരി ചേച്ചി ശരിക്കും അറിയാവുന്ന ആളാണോ? പിന്നല്ലേ. മോള് പെട്ടെന്ന് വാ. അത്രയ്ക്ക് അത്യാവശ്യമാണോ? ഫംഗ്ഷനിൽ യഥാർത്ഥത്തിൽ എന്താ നടന്നത്? സിത്താര മാം വധുവിന്റെ കാര്യം പറഞ്ഞപ്പോ കീർത്തി എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? അവള് നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, നിങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ. അപ്പൊ എന്റെ മോന്റെ അടുത്തേക്ക് വരുന്നതിന് എന്താ തടസ്സം? തടസ്സം ഉണ്ടല്ലോ. എന്ത് തടസ്സം? നവീൻ സാറിനെ വധുവിനെ വിളിക്കുമ്പോ കീർത്തി കടന്നു വരേണ്ട കാര്യം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. മാണിക്കുഞ്ഞ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യവാ. വരുത്തനായ താനതിൽ ഇടപെടണ്ട കേട്ടോ. ഓ ശരി, മാണിക്കുഞ്ഞിന്റെ ചോദ്യത്തിന് ഉത്തരം വേണ്ട. എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? കീർത്തി അപ്പൊ എന്തിനാ അവിടെ വന്നത്? കീർത്തി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അമ്മായിയെ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ചങ്കുറ്റത്തോടെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീ പ്ലാൻഡാ. അമ്മാവൻ ഇപ്പൊ എന്നോട് പറയുന്നുണ്ടോ, അതോ തറവാട്ടി ചെന്നിട്ട് അവിടുന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കണം? ഇറങ്ങാനോ? പിന്നെ അല്ലാതെ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കളരിക്ക തറവാട്ടിൽ നിങ്ങൾക്ക് ഇടം ഉണ്ടാവോ? ഇറങ്ങേണ്ടി വരും അമ്മാവാ. കാര്യം പറയും. അത് പിന്നെ മോനെ, നിർമ്മല പറഞ്ഞതനുസരിച്ച് ഉദയേട്ടാ, എന്താ അവിടെ? അല്ല, ഞങ്ങൾ ഈ ഫംഗ്ഷന്റെ കാര്യം ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ത് ഫംഗ്ഷനെ കുറിച്ച്? എല്ലാം കഴിഞ്ഞില്ലേ? ആ, മോതിരിട്ട് കൊടുത്ത കൊമ്പത്തെ മഹാറാണി ഇപ്പൊ ഇറങ്ങിപ്പോവും ചെയ്തല്ലോ. അമ്മായി, ഞാൻ അമ്മാവനോടാ ചോദിച്ചത്. നീ ആരോടും ഒന്നും ചോദിക്കണ്ട. നീ കൊട്ടിക്കുഴിച്ചു കൊണ്ട് നടക്കുന്ന സിത്താര മാഡത്തിന്റെ മകളുണ്ടല്ലോ, ഗാഥ മാഡം, വെറും ഒരു മിന്നാമിനുങ്ങട. അതിന്റെ തിളക്കം കണ്ടിട്ടാ നീ അതിന്റെ പിന്നാലെ പോകുന്നേ. അവളെ കണ്ടപ്പോ നീ അവഗണിച്ചത് കൺമുന്നിൽ തിളങ്ങുന്ന ഈ മാണിക്യത്തെയാ, എന്റെ മകളെ. ആ, അതിനുള്ള ശിക്ഷ ദൈവം നിനക്ക് തന്നോളൂ.
അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറിമുറിപ്പെന്ന് പറഞ്ഞ പോലെയാ പിന്നെ എന്റെ ഭർത്താവിനെ പിടിച്ചു നിർത്തി ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ? വരുന്നുണ്ട്. ആ, വാ. കണ്ടില്ലേ സാറേ, എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അങ്ങനെ അത് കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയതാ. അപ്പോഴാ ഓട്ടോടെ മണിക്കുഞ്ഞ്, എന്തായാലും ഇവരെ മൂന്നുപേരെയും ശ്രദ്ധിച്ചേ പറ്റൂ. പാഷാണത്തിലെ കൃമികൾ എന്ന് പറഞ്ഞാ ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ദേ, സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഇവരെ അടിച്ചിറക്കി ശുദ്ധി ചെയ്തേനെ. എടുക്കുന്നില്ല മാഡം. സിനി, എനിക്ക് പേടിയാവുന്നു. അവൾ എന്തെങ്കിലും വാശി കാണിക്കും. മാഡം, അത് ഗാഥാ മാഡത്തിന്റെ കാറാ.